ഹൈലിയുടെ നമ്മൾ നോക്കാൻ പോകുന്നത് കിക്ക് ബോക്സിംഗിലെ ഹൈജീൻ സ്റ്റാൻസ് ആൻഡ് ബേസിക് പഞ്ചായത്തുള്ള ജാവും ബോക്സുകളാണ്. ഓക്കെ, ഫൈറ്റിംഗ് സ്റ്റാൻസ് എന്ന് പറയുമ്പോഴേക്കും നമ്മള് കിക്ക് ബോക്സിംഗ് ആയിക്കോട്ടെ, ഫൈറ്റിംഗ് സ്റ്റാൻസ് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് ഓർത്തഡോക്സ് സ്റ്റാൻസും ഒന്ന് സൗത്ത് പോസ്റ്റ് സ്റ്റാൻസും. നിങ്ങളൊരു റൈറ്റ് ഹാൻഡ് ആണ് കൂടുതൽ പവർ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നിൽക്കേണ്ട ഓർത്തഡോക്സ് സ്റ്റാൻസ് ആണ്. റൈറ്റ് ലെഗ് നിങ്ങൾ ബാക്കിൽ വെച്ച് വേണം ഗ്രാപ്പ് ചെയ്ത് നിൽക്കാനായിട്ട്. ഇനി നിങ്ങളൊരു സൗത്ത് പോ, അതായത് ലെഫ്റ്റ് ഹാൻഡിലാണ് നിങ്ങൾ പവർഫുൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തഡോക്സ് സ്റ്റാൻസിന് പകരം സൗത്ത് പോ സ്റ്റാൻസിലാണ് നിൽക്കേണ്ടത്. റൈറ്റ് ലെഗ് ഫോർവേഡ് ചെയ്ത് വെച്ചിട്ട് വേണം ഗ്രാപ്പ് ചെയ്ത് നിൽക്കാനായിട്ട്. ഓക്കെ, ഞാനിപ്പം ഓർത്തഡോക്സ് സ്റ്റാൻസിലാണ് നിൽക്കുന്നത്. അതായത് എനിക്ക് റൈറ്റ് ഹാൻഡിനാണ് പവർ എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യണം, റൈറ്റ് ലെഗ് ബാക്കിലോട്ട് വെച്ചാൽ ഗ്രാപ്പ് ചെയ്ത് പിടിക്കുക. ഈക്വൽ ബോഡി ബെൻഡ് ചെയ്യണം. അതായത് നിങ്ങളുടെ നീ രണ്ടും ഈക്വലായിട്ട് ബോഡി സ്റ്റാൻസിൽ ബെൻഡ് ചെയ്ത് നിൽക്കുക, ഗാഡിച്ച് പിടിക്കുക. ഇനി ഓർത്തഡോക്സ് സ്റ്റാൻസിന് പകരം സൗത്ത് പോ സ്റ്റാൻസിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് ലെഗ് ഫോർവേഡ് ചെയ്തിട്ട് ലെഫ്റ്റ് ലെഗ് ബാക്ക് വെച്ച് നിൽക്കുക. സെയിം ഗ്രാപ്പ് ചെയ്ത് നിൽക്കുക. നീ ചെറിയ രീതിയിൽ ബെൻഡ് ചെയ്ത് ഓക്കെ, നിങ്ങളുടെ ഫൈറ്റിംഗ് സ്റ്റാൻസ് ഇപ്പൊ ക്ലിയർ ആയെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബേസിക് പഞ്ചായത്ത്, സ്ട്രൈറ്റ് പഞ്ചായത്തുള്ള ജാബ് ക്രോസ്. ഇത് എങ്ങനെ ക്ലിയർ ആയിട്ട് പ്രോപ്പർ വേയിലൂടെ നമുക്ക് ചെയ്യാമെന്നാണ് നോക്കാം. ഓക്കെ, ഫൈറ്റിംഗ് സ്റ്റാൻസിൽ നിൽക്കുന്നത് നമ്മൾ ബേസിക് പഞ്ച്, അതായത് ജാബാണ് ഫസ്റ്റ് പഞ്ച്. ഏത് കാലാണോ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന ആ കാലിന്റെ സെയിം ഹാൻഡ് വെച്ചിട്ട് പഞ്ച് ചെയ്യുന്നതാണ് ജാബ്. ജാബ് നമുക്ക് 1 എന്ന് കൗണ്ട് ചെയ്യാം. ക്രോസ് എന്ന് പറയുമ്പോഴേക്ക് ഏത് കാലാണോ ബാക്കിലിരിക്കുന്ന ആ കാലിന്റെ സെയിം ഹാൻഡ് വെച്ചിട്ട്, അതായത് നിങ്ങളുടെ പവർഫുൾ ആയിട്ടുള്ള പഞ്ച്. ഏത് കാലാണോ ബാക്കിലിരിക്കുന്ന ആ സെയിം ഹാൻഡ് വെച്ചിട്ട് പഞ്ച് ചെയ്യുന്നതാണ് ക്രോസ്. ക്രോസിന് നമ്മൾ 2 എന്ന് പറയും. ഇനി ഇത് പ്രോപ്പറായിട്ട് എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ജാബ് ഇങ്ങനെ ചെയ്തു. നിങ്ങളുടെ ഓപ്പണന്റ് ഈ ഒരു കോണ്ടാക്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്താൽ പറ്റും. പക്ഷേ ഇച്ചിരി കൂടി ലെങ്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സ്ട്രൈറ്റ് പഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഷോൾഡർ നമ്മൾ ചെറിയതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഗാർഡ് നമ്മൾ അപ്പ് ചെയ്ത് വെക്കുക. ഓക്കെ, ബാക്ക് ജാബ് 1 ബാക്ക് 1. ഇത് രണ്ട് രീതി ചെയ്യാൻ. ജസ്റ്റ് നിങ്ങൾക്ക് ലെഗ് ഒന്ന് വേണമെങ്കിൽ അപ്പ് ചെയ്യാൻ കൊടുക്കുക. ഫ്രണ്ട് ലെഗ് നിങ്ങൾ അപ്പ് ചെയ്ത് വേണമെങ്കിൽ കൊടുക്കുക, അല്ലാതെ ജാബ് 1 1 1. ജാബ് നമുക്ക് ക്ലിയർ ആയി തോന്നുന്നു. നമുക്ക് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. ക്രോസിന് നമ്മൾ 2 എന്ന് കൗണ്ട് ചെയ്യുക. ഓക്കെ, ജാബ് 1 ക്രോസ് 2 എന്നുള്ള രീതിയിൽ വേണം കൗണ്ട് ചെയ്യാനായിട്ട്. ഗാർഡ് അപ്പ് ചെയ്ത് പിടിക്കുക. ബാക്കിൽ ഇരിക്കുന്ന കാര്യം ജസ്റ്റ് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. സെയിം ആംഗിളിൽ വേണം നമ്മുടെ ഓപ്പണർ നോക്കാൻ. നമുക്ക് ഗാർഡ് ചെയ്ത് പിടിക്കുക. ബാക്ക് വരിക, ഗാർഡ് അപ്പ് ചെയ്ത് പിടിക്കുക. ക്രോസ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഷോൾഡർ ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. സ്കിൻ ബെൻഡ് ചെയ്തിട്ട് നമ്മുടെ ഓപ്പണറിന്റെ ഈ നെക്കിന്റെ ആംഗിളിൽ വേണം നമുക്ക് ക്ലിയർ ആയിട്ട് പിടിച്ചിട്ട് പിടിക്കുക. ക്രോസ് ചെയ്യുമ്പോൾ ഹിപ്പ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കും. അവനവന്റെ ഫേസ് ലെവലിൽ നമ്മളെപ്പോഴും ഏത് പഞ്ചാണെങ്കിലും, ജാബ് ആയിക്കോട്ടെ, ക്രോസ് ആയിക്കോട്ടെ, ഇതിൽ ഹുക്ക് അപ്പർക്കട്ട് ഏതായിക്കോട്ടെ, അവനവന്റെ ഫേസ് ലെവലിൽ വേണം ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ബാക്ക് ക്രോസ് ക്രോസ് ക്രോസ്. 1 2 1 2. ജാബ് ജാബ് ജാബ്. ജാബ് നമ്മൾ വേണമല്ലോ. 1 1 1. നമുക്ക് ക്രോസ് ചെയ്ത് നോക്കാം. ക്രോസ് നമ്മൾ 2 2 2 2 2. ഇന്നത്തെ വീഡിയോയിൽ ജാബ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ക്ലിയർ ആയിട്ട് പുതിയ വീഡിയോകളുമായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക് യു.